കുറെ നാളുകളായി മലയാള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മലയാള സിനിമയിൽ പെണ്ണുങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യം ആധികാരികമായി പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അന്നു മുതൽ ചാനലുകളിൽ പരാതികളും വിവാദങ്ങളും ഒക്കെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാത്റൂമിൽ പോയി വന്നവരെ ഹഗ് ചെയ്യുന്നു, മീൻകറിയും തൈരും കൂട്ടി ചോറ് കഴിച്ചിട്ട് റേപ്പ് ചെയ്യുന്നു, മെഴുകുതിരി ഉരുക്കി ഒഴിക്കാൻ പറയുന്നു എന്ന് വേണ്ട ചെകിട് പൊട്ടിപ്പോകുന്ന മാതിരി പരാതികൾ വന്നു. നമ്മുടെ നടന്മാരൊക്കെ ഇങ്ങനെ പിശാചുക്കളായും കുതന്ത്രശാലികളായും ജീവിക്കുകയാണോ? അറിയില്ല. ചാനൽ ചർച്ചകളിൽ ഓരോ ദിവസവും ഓരോ കഥ കേൾക്കാം. നാട്ടിൻപുറത്ത് ഒരു ചർച്ചയില് ഒരു ചേട്ടൻ പറയുന്നത് കേട്ടു, മഴക്കാലം അല്ലേ, തണുപ്പത്ത് കേട്ടിരിക്കാൻ ഇതൊക്കെ നല്ല സുഖമുള്ള വാർത്തയാണെന്ന്. അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടാകും. ചർച്ചകളിൽ കേട്ട ഒരു വേറിട്ട കഥ, ഒരു സൂപ്പർ സ്റ്റാർ നിത്യയൗവനം നിലനിർത്താനായി സ്ത്രീകളുടെ മുല കുടിക്കുന്നു എന്നാണ്. അയാൾ പെണ്ണുങ്ങളെ പീഡിപ്പിക്കില്ല, പക്ഷെ നിത്യേന പശുവിൻ പാല് പോലെ മനുഷ്യപ്പാല് കുടിക്കും. ഇതിനുവേണ്ടി സ്ത്രീകളെ കൊണ്ടുവന്ന് റൂമിൽ കയറ്റി അവരെ വിവസ്ത്രയാക്കി മുലപ്പാല് കുടിക്കും പോലും. ഇത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു നോക്കി, ആരാണ് ആ നടൻ? അങ്ങനെ നിത്യയൗവനം നിലനിർത്തുന്ന ഒരു നടനും എന്റെ അറിവിലില്ല. 73 വയസ്സുള്ള മമ്മൂട്ടി ഇപ്പോഴും ചെറുപ്പമാണ് എന്ന് പറയുന്നവരുണ്ട്. എനിക്ക് ആ അഭിപ്രായമില്ല. ആരാധകന്റെ കാഴ്ചപ്പാടിൽ മമ്മൂട്ടി യുവാവായിരിക്കും. കാര്യസാധ്യത്തിന് സ്തുതി പറയുന്നവർക്കും അത് പറയാൻ പറ്റും. പക്ഷേ 40 വയസ്സുള്ള ദുൽഖറിന്റെയോ 50 വയസ്സ് കഴിഞ്ഞ വിജയുടെയോ പ്രായമല്ല മമ്മൂട്ടിയെ കണ്ടാ തോന്നുക. 73 എന്നുള്ളത് വേണമെങ്കിൽ ഒരു 65 കുറയ്ക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ നിത്യേന സൂപ്പർ സ്റ്റാറിന് മുല കൂട്ടി കൊടുക്കാൻ സ്ത്രീകളെ കിട്ടുന്നത് ഇവിടുന്നാണ്. അങ്ങനെ പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ ഇത് ഒരു കഥയാണ്, അതിനപ്പുറം ഇത് അന്വേഷിക്കേണ്ട കാര്യമേ ഇല്ല എന്നാണ് എന്റെ പക്ഷം. എന്നാൽ 1001 സ്ത്രീകളുടെ മുലപ്പാട് കുടിച്ച ഒരു നടൻ മലയാളത്തിലുണ്ടായിരുന്നു, ഒരു കാലത്തെ സൂപ്പർ സ്റ്റാർ. ഇത് കഥയല്ല, സത്യമാണ്. അത് മറ്റാരുമല്ല, മലയാളത്തിന്റെ എക്കാലത്തും മാന്യതയുടെ രൂപമായിട്ട് അറിയപ്പെട്ടിരുന്ന മഹാനടൻ പ്രേംനസീറാണ്. നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്, അദ്ദേഹം ജനിക്കുന്നത് തിരുവനന്തപുരത്ത് ചിറയൻകീഴിലാണ്. ചിറയൻകീഴിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച പ്രേംനസീർ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ 11ാമത്തെ വയസ്സിൽ ഒരു മഹാരോഗത്തിന് അടിമയായി. പല ചികിത്സകളും നടത്തിയെങ്കിലും രോഗം ഗുരുതരമായി, അങ്ങേയറ്റം സീരിയസ് ആയി. മാതാപിതാക്കൾ വിഷമിച്ചു, നാട്ടുകാരും വിഷമിച്ചു. ആ നാട്ടിലെ ആളുകൾക്ക് വലിയ സ്നേഹബഹുമാനമുള്ള കുടുംബമായിരുന്നു നസീറിന്റേത്. പ്രേംനസീറാകട്ടെ നാട്ടുകാരുടെ കണ്ണിലുണ്ണി, നല്ല ഓമനത്വമുള്ള പയ്യൻ. ഒടുവിൽ ആരോ ഒരു വൈദ്യൻ വർക്കല ഭാഗത്ത്, തിരുവനന്തപുരം വർക്കല ഭാഗത്ത് താമസിച്ചു വരുന്നതായി പറഞ്ഞു. മിടുക്കനാണ്. വീട്ടുകാരെ വൈദ്യനെ വിളിച്ചു. കുട്ടി രക്ഷപ്പെടുമെന്ന് ഉറപ്പില്ലാഞ്ഞിട്ടാണോ അതോ അങ്ങനെ ഒരു മരുന്ന് ഉണ്ടായിട്ടാണോ എന്നറിയില്ല, വൈദ്യൻ ഒരു മരുന്നുണ്ടാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ മരുന്നിന് 1001 സ്ത്രീകളുടെ മുലപ്പാല് വേണം. ഈ 1001 പേരുടെയും മുലപ്പാല് ഒറ്റ ദിവസം കൊണ്ട് കളക്ട് ചെയ്യുകയും വേണം. ഇന്ന് കേട്ടാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ എന്നാ പിന്നെ വൈദ്യരെ വീട്ടിൽ പൊക്കോ എന്ന് പറയാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സംഭവം നടക്കുന്നത് 1930കളിലാണ്. 1929ലാണ് പ്രേംനസീർ ജനിക്കുന്നത്. അന്ന് എല്ലാ വീട്ടിലും മുലയൂട്ടുന്ന പെണ്ണുങ്ങൾ കാണും. പ്രസവം നിർത്തുന്ന ഏർപ്പാടൊന്നും മലയാളികൾക്കില്ല. വാർത്ത കാട്ടുതീ പോലെ പറഞ്ഞു. ജീവിതം കാത്തുകിടക്കുന്ന സുന്ദരം പയ്യന്റെ മുഖം ഓരോ അമ്മയ്ക്കും പ്രചോദനമായി, കണ്ണുനീരായി. പറഞ്ഞു നിശ്ചയിച്ച ദിവസം നാനാജാതി മതങ്ങളിൽപ്പെട്ട മനുഷ്യ സ്ത്രീകള് പ്രേംനസീർ എന്ന ഇതിഹാസത്തിന് വേണ്ടി മുല ചെലുത്താൻ വേണ്ടി എത്തി. അങ്ങനെ നസീറിന്റെ രോഗം ഭേദമായി. പ്രേംനസീർ തന്നെ പറയുമായിരുന്നത്രേ, 1001 അമ്മമാരുടെ മകനായതിന്റെ സുഹൃതം തന്റെ ജീവിതത്തെ എല്ലാ കാലവും കടാക്ഷിച്ചിട്ടുണ്ട് എന്ന്. ആയിരിക്കാം ഇത്ര വിശുദ്ധമായൊരു ജീവിതം ചൂഷണത്തിന്റെയും മത്സരത്തിന്റെയും ലോകത്ത് അംശം പോലും കറപുരളാതെ സൂക്ഷിക്കാൻ ആ ഗന്ധർവ സുന്ദരന് സാധിച്ചത് അമ്മമാരുടെ പ്രാർത്ഥന കൊണ്ടാവാം, അവരുടെ സ്നേഹം കൊണ്ടാവാം.